Forget safety. Live where you fear to live. Destroy your reputation. Be notorious. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవలోన
എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിലും അറിയാലോ, നമുക്ക് വേണ്ടി പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഇന്ന് രാത്രിയിലത്തെ വൈകിട്ടത്തെ വണ്ടിക്ക് വേണ്ടി പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇവരെ. അല്ലെങ്കിൽ അവർ നാളെ നേരം വെളുക്കുന്നവരെയും ഇവിടെ പാട്ടുപാടി തരാനും റെഡിയാണ്. ആ ഒരു ഗ്യാരണ്ടിയിൽ മാത്രമാണ് എന്നോട് ബൈജു പറഞ്ഞത്. സോജയുടെ ഒറ്റ വാക്യമുള്ള എനിക്ക്, സോജയുടെ എത്ര മണിക്ക് സ്റ്റേജ് വരുന്നോ, എത്ര മണിക്ക് ഞങ്ങളോട് ഇറങ്ങാൻ പറയുന്നോ, അത്രയും നേരം ഞങ്ങളിവിടെ പാടുന്നതായിരിക്കും എന്ന് എന്നോട് പറഞ്ഞൊരു വാക്ക്. അത് തീർച്ചയായിട്ടും ബൈജു ഞങ്ങൾക്ക് വേണ്ടി, ബൈജുവും ബൈജുവിൻ്റെ കൂട്ടുകാരും ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചതിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ബൈജുവിനും ടീമിനും നമുക്കെല്ലാവർക്കും ചേർന്നൊരു നല്ല കൈയടി കൊടുത്ത് നമുക്ക് പിരിയാം.
താങ്ക് യു. ഇനി മറ്റൊരു സത്യം കൂടി അഹങ്കാരത്തോടു കൂടി വിളിച്ചു പറയാൻ പോവുകയാണ്. മഞ്ഞുമൽ ബോയ്സ് കണ്ടോ? അതിനു മുമ്പ് ഗുണ എന്നൊരു സിനിമ ഞാൻ അങ്ങോട്ട് വരാഞ്ഞിട്ടല്ല, ചിലപ്പോൾ ഇതിന്റെ റേഞ്ച് കെട്ടാം, അതുകൊണ്ടാണ് കേട്ടോ. അടങ്ങിയിരിക്കണം പറയണത്. അപ്പോ ഈ മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോഴാണ് ഗുണ സിനിമയിലെ കൺമണി അൻപോടെ കാതലൻ. അപ്പോ ഇനി ഒരു സത്യം ഞാൻ ടിജോന്റെ മുൻപിൽ വെച്ച് പറയാൻ പോവുകയാണ്. ഇത് കമലഹാസന്റെയും ജാനകിയുടെയും വോയിസിൽ കേരളത്തിൽ ആദ്യമായി ചെയ്ത വ്യക്തി ഞാനാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് എന്നെ ആരും അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടുപേരും ബൈജു നമ്മളിവിടെ സുരാജ് വഞ്ഞാറമൂട് വന്ന ഒരു പ്രോഗ്രാമിനകത്ത് ആ ഫീമെയിൽ സോങ്ങിൽ എക്സലന്റ് ആയിട്ട് പാടിയ ഒരു വ്യക്തിയാണ് ബൈജു. ഇത്രയും നല്ല രീതിയിൽ ജാനകി ചേച്ചിയുടെ സൗണ്ടിൽ ഇത്രയും ഭംഗിയായിട്ട് പാടുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യമാണ്, ഇപ്പൊ പാടി കേൾപ്പിക്കും, നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, റെഡി അല്ലേ? ഓർക്കസ്ട്ര ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്നേ, ഒരു 4 പേര്. അതിനുശേഷം നമുക്ക് അടിപൊളി ശരിക്കും ജയറാമിന്റെ ലുക്ക് ഉണ്ട് ഇപ്പൊ. ഞാൻ രക്ഷപ്പെട്ടു. റെഡി? കൺമണി അൻപോട് കാതലൻ நான் எழுதும் லெட்டர் இல்ல கடிதம் இல்ல கடிதாசி இருக்கட்டும் படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டை அளவு கொடுத்துட்டியா? இனி பொன்மணி போட்டுக்கோ. பொன்மணி வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம். படி. உன்னை எண்ணி பார்க்கும் போது கவிதாரி மாதிரி கொட்டுது. ஆனா எழுதின உட்கார்ந்த அந்த வார்த்தை உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது. அது எழுதி நினைக்கையில் வார்த்தை முட்டுது. லா 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 அபிராமி லாலியே லாலி லாலியே சிவகாமி லாலியே லாலி லாலியே. தேங்க்யூ. എല്ലാ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംഗീത സംഘായി അൽഫോൺസ് സംഗീത സംഘം